അരക്കപ്പ് റവ എടുത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളവും 2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം പൊടി, ഗരം മസാല, ഉപ്പ് പിന്നെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നീളത്തിൽ വളരെ കുറച്ച് കട്ട് ചെയ്തെടുത്ത സവാള, ക്യാരറ്റ്, കാബേജ്, 1-2 ഗ്രീൻ ചില്ലീസ്, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും നീളത്തിൽ തന്നെ കട്ട് ചെയ്തതും, പിന്നെ ടൊമാറ്റോ ആണ്, ഒരു ചെറിയ ടൊമാറ്റോ മാത്രം ഇവിടെ ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒരു 2-3 ബ്രെഡ് എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം 2ൻ്റെ മുകളിൽ നന്നായിട്ട് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തവയിൽ ചെറിയ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. മസാല വെച്ച് കൊടുത്ത സൈഡ് അങ്ങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം 2 സൈഡും നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്ക് ചെയ്യാൻ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.